ദൈവികമായ ദാനങ്ങൾ വചനത്തിലൂടെ സ്വീകരിക്കുക എന്നതാണ് ഓരോ വചനധ്യാനത്തിലൂടെയും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം. ദൈവം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങൾ ഒളിഞ്ഞിരിക്കുന്നത് സുവിശേഷത്തിലാണ്. കർത്താവായ യേശു ഈ ലോകത്തിൽ തൻ്റെ ശുശ്രൂഷ അർപ്പിക്കുമ്പോൾ ജനത്തോട് സമ്പാദിച്ചിരുന്നതും ജനത്തോട് ഇടപെട്ടിരുന്നതും സുവിശേഷ ഘോഷണമെന്ന ആത്മീയ അനുഭവത്തിലൂടെയാണ്. അതുകൊണ്ടാണ് യേശുവിനെ കേൾക്കുവാൻ, യേശുവിനെ അറിയുവാൻ ജനങ്ങൾ യേശു പോയ സ്ഥലങ്ങളിലെല്ലാം യേശുവിനെ തിരക്കി അന്വേഷിച്ച് യേശുവിൻ്റെ അരികിലേക്ക് എത്തുന്നതും. ഇന്ന് നമ്മൾ ധ്യാനിക്കാനായി ആഗ്രഹിക്കുന്നത് ഈ സുവിശേഷ ഘോഷണം എല്ലായിടത്തും, എല്ലാ ഇടത്തേക്കും, എല്ലാ വീട്ടിലേക്കും, എല്ലാ ദേശത്തിലേക്കും, എല്ലാ ജീവിതത്തിലേക്കും ഒരു ദൗത്യമായി എത്തിച്ചേരുമ്പോൾ ഏതെല്ലാം അനുഗ്രഹങ്ങളാണ് ആ ജനങ്ങൾക്ക് ലഭിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ്. നമ്മളിന്ന് വായിച്ച ഭാഗങ്ങളെല്ലാം അതിനോട് ചേർന്നുള്ള വിഷയങ്ങളാണ്. എല്ലായിടത്തു നിന്നും എല്ലായിടത്തേക്കും ക്രിസ്തുവിൻ്റെ ദൗത്യം അല്ലെങ്കിൽ ക്രിസ്തു ആഗ്രഹിച്ച രീതിയിൽ സ്വർഗീയ സുവിശേഷത്തെ നമ്മൾ എത്തിക്കുകയാണ്. മിഷൻ ഫ്രം എവ്രിവെയർ ടു എവ്രിവെയർ. എല്ലായിടത്തു നിന്നും എല്ലായിടത്തേക്കും കർത്താവിൻ്റെ സുവിശേഷത്തിൻ്റെ ആ ഒരു ദൗത്യം നമ്മൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്തെല്ലാം അത്ഭുതങ്ങളാണ് അതിലൂടെ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കണം. മിഷൻ സൺഡേ ആയിട്ട് കൂടെ നമ്മൾ ഇന്ന് ആചരിക്കുമ്പോൾ വേദനയോടുകൂടെ നമ്മൾ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞ നമ്മുടെ ഭാരതത്തിലെ ഇന്നുള്ള ഒരു സംഭവം നമ്മുടെ മനസ്സിന് വളരെ വേദന ഉളവാക്കുന്നത് തന്നെയാണ്. സുവിശേഷം എല്ലായിടത്തു നിന്നും എല്ലായിടത്തേക്കും എത്തിക്കുന്നതിന് നമുക്കുണ്ടായിരുന്ന പല സ്വാതന്ത്ര്യങ്ങളും ഇന്ന് ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരു അർത്ഥത്തിൽ നിഷേധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് തുറന്ന് മനസ്സിലാക്കുകയും സമ്മതിച്ചും കൊണ്ട് വേണം ഇന്നത്തെ ഈ ഒരു ആരാധനയിൽ നമ്മൾ സംബന്ധിക്കാനായിട്ട്. അവിടെയാണ് നമ്മൾ സുവിശേഷ ഘോഷണത്തിന് വേണ്ടി അല്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന ദൗത്യങ്ങൾക്ക് വേണ്ടി വിശ്വസ്തയോടുകൂടെ നിലകൊള്ളേണ്ടതിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോസ്തലനായ പൗലോസിൻ്റെ കാലഘട്ടത്തിലും അതുപോലെ പത്രോസിൻ്റെ കാലഘട്ടത്തിലുമെല്ലാം സുവിശേഷം പറയുന്നതിന് അല്ലെങ്കിൽ മിഷൻ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ധാരാളം തടസ്സങ്ങളുണ്ടായിരുന്നു. വളരെയധികം ഒബ്സ്റ്റക്കിൾസ്, തടസ്സങ്ങൾ അതിന് മുന്നിൽ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ തടസ്സങ്ങളെയും ഭാഷാപരമായ പ്രയാസങ്ങളെയും യാത്ര ചെയ്യുന്നതിനുള്ള പ്രശ്നങ്ങളെയും എല്ലാം അതിജീവിച്ചിട്ടാണ് പരിശുദ്ധാത്മാവ് ഈ ദൗത്യ നിർവഹണത്തിന് വേണ്ടി ഇവരെ എല്ലാവരെയും പ്രാപ്തമാക്കിയിരുന്നത് എന്നും നമ്മൾ ഓർക്കണം. നമ്മൾ ഇന്ന് വായിച്ച ലേഖന പാഠഭാഗത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ലേഖന പാഠഭാഗമായി നമ്മൾ വായിച്ചത് ഗലാത്യർ 2-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള തിരുവചന പാഠഭാഗങ്ങളായിരുന്നു. ഗലാത്യർ 2-ാം അധ്യായം 1 മുതൽ 10 വരെ. 14 വർഷം കഴിഞ്ഞ് ഞാനെന്ന് പറഞ്ഞാൽ ആരാണ് ഗലാത്യ ലേഖനം എഴുതിയത്? അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഞാൻ ഗലേഷ്യൻസിൽ പോയി സഭ സ്റ്റാർട്ട് ചെയ്തു. ആ സഭ അവിടെ ആരംഭിച്ചു, അവിടെ സുവിശേഷം പറഞ്ഞു, അവിടെ ആലയത്തെ ശുശ്രൂഷകളെയും ദൈവരാജ്യത്തിൻ്റെ വർധനവിനുമെല്ലാം ഞാൻ അവിടെ പോയി കാര്യങ്ങൾ ചെയ്തതിന് ശേഷം അവിടെയുള്ളവരെ പ്രോത്സാഹിപ്പിച്ചു, അവരിലൂടെ കാര്യങ്ങളെല്ലാം ചെയ്തു. കർത്താവിൻ്റെ മിഷൻ അവിടെ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെയിരിക്കെ 14 വർഷം കഴിഞ്ഞതിന് ശേഷം ബർണബാസിനെയും ടൈറ്റസിനെയും കൂട്ടി അങ്ങോട്ട് പോവുകയാണ്. എങ്ങോട്ടാണ് പോയത്? വീണ്ടും യെരുശലേമിലേക്ക് പോയി. ഏത് സ്ഥലത്തോട്ട് പോയി? ജെറുസലേമിലേക്ക് പോവുകയാണ്. ജെറുസലേമിനൊരു പ്രത്യേകതയുണ്ട്. കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കുവോളം പാർക്കാനായിട്ട് പറഞ്ഞ സ്ഥലമാണ് ജെറുസലേം. ഈ ജെറുസലേമിൽ നിന്നായിരുന്നു പലയിടത്തേക്കും സുവിശേഷം ഒഴുകിയത്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മിഷൻ പല സ്ഥലത്തേക്കും പിന്നീട് പോയത് ഈ ജെറുസലേമിൽ നിന്ന് അവർക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ നിന്നായിരുന്നു. അങ്ങനെ വീണ്ടും ഇവർ ജെറുസലേമിലേക്ക് പോയി. എന്നിട്ട് പൗലോസ് പറയുന്നു, ഞാൻ വെറുതെയല്ല പോയത്, എനിക്കൊരു വെളിപാട് കിട്ടിയിട്ടാണ് ഞാൻ പോയത്. വെളിപാട് കിട്ടിയെങ്കിൽ ആരായിരിക്കും ഈ വെളിപാട് കൊടുത്തത്? പരിശുദ്ധാത്മാവായിരുന്നു. പരിശുദ്ധാത്മാവ് ഒരു വെളിപാട് അപ്പോസ്തലനായ പൗലോസിന് കൊടുത്തു. അങ്ങനെ പൗലോസ് തൻ്റെ കൂടെ 2 പേരെയും ചേർത്ത് ബർണബാസിനെയും തീത്തോസിനെയും കൂട്ടിക്കൊണ്ട് ജെറുസലേമിലേക്ക് പോവുകയാണ്. ജെറുസലേമിൻ്റെ കോണ്ടക്സ്റ്റ് നിങ്ങൾ മനസ്സിലാക്കണം. ജെറുസലേമിൽ നിന്നാണ് സുവിശേഷം മറ്റുള്ള സ്ഥലത്തേക്ക് ഒഴുകിയത്. ഒരു മിഷൻ സെൻ്റർ ആയിരുന്നു ജെറുസലേം. ജെറുസലേം എന്ന മിഷൻ സെൻ്ററിൽ നിന്നാണ്
പല ഭാഗത്തേക്കും യേശു പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഇവിടെ നിന്ന് ശക്തി ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇത് കഴിഞ്ഞ് ലോകത്തിൻ്റെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളായിട്ട് മാറും. അങ്ങനെ എവിടെ നിന്നാണോ ഇവർ അയക്കപ്പെട്ടത്, എവിടെ നിന്നാണോ ഇവർ സ്റ്റാർട്ട് ചെയ്തത്, അവിടേക്ക് 14 വർഷം കഴിഞ്ഞതിന് ശേഷം ദൈവം പറഞ്ഞതനുസരിച്ച് അവർ മടങ്ങി വരികയാണ്. അപ്പോൾ മടങ്ങി വരുമ്പോഴുള്ള ഒരു പശ്ചാത്തലമാണ് ഈ ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, പൗലോസ് പറയുന്നു, ഞാൻ ഓടിയതോ വെറുതെയല്ല എന്ന് വരാതിരിപ്പാൻ ഞാൻ ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കുന്ന സുവിശേഷം അവരോട് വിശേഷാൽ പ്രമാണികളോട് വിവരിച്ചു. എൻ്റെ കൂടെയുള്ള തീത്തോസ് എന്ന യവനൻ എങ്കിലും പരിശോധന ഏൽപ്പാൻ അവനെ ആരും നിർബന്ധിച്ചില്ല. പൗലോസിനെ കുറിച്ച് പറയുക, പൗലോസ് ജാതികളുടെ അപ്പോസ്തലൻ എന്നതാണ്. എന്നാൽ പത്രോസ് എങ്ങനെയായിരുന്നു? പത്രോസ് ജാതികളുടെ ഇടയിലല്ല ശുശ്രൂഷ ചെയ്തത്. പത്രോസ് യഹൂദന്മാരുടെ ഇടയിൽ ആണ് പ്രധാനമായിട്ടും ശുശ്രൂഷ നിർവഹിച്ചു വന്നത്. എന്നാൽ മറ്റ് ജെൻറ്റൈൽസിൻ്റെ ഇടയിൽ, മറ്റ് ജാതികളുടെ ഇടയിലേക്ക് സുവിശേഷം പറഞ്ഞുകൊണ്ടുപോയ ആളായിരുന്നു പൗലോസ്. അങ്ങനെ പൗലോസിൻ്റെ കൂടെയുള്ള ഒരു യവനനായിരുന്നു തീത്തോസ്. യവന ഭാഷ എന്ന് പറഞ്ഞാൽ ഏത് ഭാഷയാണ്? ഗ്രീക്ക് ഭാഷ സംസാരിക്കുന്ന ആളാണ്. മറ്റുള്ളവരെല്ലാം അരമായിക് അല്ലെന്നുണ്ടെങ്കിൽ ഹീബ്രു, ഈ 2 ഭാഷകളിൽ ഏതെങ്കിലും സംസാരിക്കുന്നവരായിരുന്നു. എന്നാൽ ഈ മനുഷ്യൻ്റെ പ്രത്യേകത, അദ്ദേഹത്തിന് ഗ്രീക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ പൗലോസ് അദ്ദേഹത്തെ ഗ്രീക്ക് കൾച്ചർ നിലനിന്നിരുന്ന സ്ഥലങ്ങളിലേക്കെല്ലാം തീത്തോസിന് സുവിശേഷം പറയാനായിട്ട് വിട്ടു. അദ്ദേഹത്തെ മറ്റൊരു കൾച്ചറിലേക്ക് തിരിച്ച് മടക്കിക്കൊണ്ടുവരാനായി ശ്രമിച്ചില്ല. യഹൂദന്മാരുടെ ഇടയിൽ ഒരു നിർബന്ധമുണ്ടായിരുന്നു. ആരെങ്കിലും യഹൂദ മത അനുസാരിയായിട്ടോ ക്രിസ്തു മതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർ നിർബന്ധമായും പുരുഷന്മാർ പരിച്ഛേദന കഴിക്കണം എന്നതായിരുന്നു. എന്നാൽ ഒരിക്കലും അങ്ങനെ ഒരു നിർബന്ധം ഈ സുവിശേഷ ഘോഷണത്തിന് വേണ്ടിയും മിഷന് വേണ്ടിയും വന്ന തീത്തോസ് എന്ന യവനക്കാരൻ്റെ മേൽ പൗലോസ് എന്ന ഈ മിഷണറി അടിച്ചേൽപ്പിച്ചില്ല. അതിൻ്റെ അർത്ഥം സുവിശേഷം എന്നത് ആരും അടിച്ചേൽപ്പിച്ച് കുറേ നിയമങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യേണ്ടതല്ല. അത് പകരം ദൈവം നൽകുന്ന പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനത്താൽ ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് പൗലോസ് ഒരിക്കൽ പറയും, ഇതിൽ യഹൂദനും യവനനും എന്നുള്ള വ്യത്യാസമില്ല, ദാസനും സ്വതന്ത്രനുമെന്നില്ല, സ്ത്രീയും പുരുഷനുമെന്നില്ല. നമ്മളെല്ലാവരും കർത്താവിൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. നമ്മളെ ദൈവം ഏൽപ്പിച്ചിട്ടുള്ള ഈ ശുശ്രൂഷ സകല ജനത്തിനും സാക്ഷികളായി നിന്നുകൊണ്ട് കർത്താവിൻ്റെ സുവിശേഷത്തെ നമ്മൾ ഹൃദയങ്ങൾക്കുള്ളിൽ നിന്ന് പങ്കുവെച്ച് കൊടുക്കുക. ശരീരത്തിനുള്ളിൽ അല്ലെങ്കിൽ ശരീരത്തിന് പുറമേയുള്ള മാറ്റങ്ങളെല്ലാം ആത്മാവിലൂടെ നമ്മളത് ചെയ്യണമെന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. അങ്ങനെ അദ്ദേഹം ഇവിടെ എത്തിയപ്പോൾ കുറച്ച് പ്രമാണികൾ ഇവിടെയുണ്ട്. എവിടെയാണ്? ജെറുസലേമിൽ കുറച്ച് പ്രമാണികളുണ്ട്. ഈ പ്രമാണികളോട് സംസാരിക്കുക എന്നതാണ് ഇവിടെ വന്നതിൻ്റെ ലക്ഷ്യം. 4-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, അതോ നുഴഞ്ഞു വന്ന കള്ള സഹോദരന്മാർ നിമിത്തമായിരുന്നു. അവർ നമ്മെ അടിമപ്പെടുത്തേണ്ടതിന് ക്രിസ്തുയേശുവിൽ നമുക്കുള്ള സ്വാതന്ത്ര്യം ഒറ്റുനോക്കുവാൻ നുഴഞ്ഞ് വന്നിരിക്കുന്നു. അപ്പോൾ സുവിശേഷം ഇങ്ങനെ ഫ്രീ ആയിട്ട് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ചിലർ ഇതിനകത്തേക്ക് നുഴഞ്ഞ് കയറുകയാണ്. നുഴഞ്ഞ് കയറിയിട്ട് ഈ യഥാർത്ഥ സുവിശേഷം എത്തിക്കാനായിട്ട് കഴിയാതെ അതിനിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് പൗലോസ് പറയുന്ന പ്രധാനപ്പെട്ടൊരു കാര്യം. നല്ല രീതിയിൽ കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നു, എന്നാൽ അതിനിടയിൽ ചിലർ നുഴഞ്ഞു കയറിയിട്ട് സുവിശേഷത്തെ വ്യർത്ഥമാക്കി കളയുന്നു. അപ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, സുവിശേഷം എന്നത്, സുവിശേഷ ഘോഷണം എന്നത് ദൈവത്താൽ നയിക്കപ്പെടുന്ന ഒരു ആത്മീയ ശുശ്രൂഷയാണ്. അത് ദൈവത്താൽ നയിക്കപ്പെടേണ്ടതുമാണ്. അതിനിടയിൽ ഒരു മായവും ചേർക്കാനായിട്ട് നമ്മളെ ആരെയും ദൈവം അനുവദിച്ചിട്ടില്ല എന്നത് പ്രസക്തമായ ഒരു കാര്യമാണ്. അങ്ങനെ 6-ാമത്തെ വാക്യത്തിൽ, പ്രമാണികളായവരോ അവർ പണ്ട് എങ്ങനെയുള്ളവരായിരുന്നാലും എനിക്ക് ഏതുമില്ല, ദൈവം മനുഷ്യൻ്റെ മുഖം നോക്കുന്നില്ല, പ്രമാണികൾ എനിക്കൊന്നും ഗ്രഹിപ്പിച്ചു തന്നിട്ടില്ല, മറിച്ച് പരിച്ഛേദനയുടെ അപ്പോസ്തലത്വത്തിനായി പത്രോസിനോടുകൂടെ വ്യാപരിച്ചവൻ ജാതികൾക്കായി എന്നോടുകൂടെയും വ്യാപരിച്ചതുകൊണ്ട് പത്രോസിന് പരിച്ഛേദനക്കാരുടെ ഇടയിൽ സുവിശേഷ ഘോഷണം എന്ന പോലെ എനിക്ക് അഗ്രചർമ്മക്കാരുടെ ഇടയിൽ സുവിശേഷ ഘോഷണം പരമേൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു വയ്ക്കുകയാണ്. ഇനി എൻ്റെ അർത്ഥം പറഞ്ഞുതരാം. പത്രോസ് പറയുകയാണ്, പത്രോസ് ശുശ്രൂഷ ചെയ്യുന്നത് പരിച്ഛേദന ഏറ്റ ആൾക്കാരുടെ ഇടയിലാണ്. എന്നാൽ പൗലോസിന് അങ്ങോട്ട് വലിയ പ്രവേശനമില്ല. അങ്ങനെ വരുമ്പോൾ അവിടെ കുറേ യഹൂദ പ്രമാണിമാരുണ്ടായിരുന്നു. പ്രമാണിമാരെന്ന് പറഞ്ഞാൽ അവർ നിയമങ്ങളൊക്കെ അവർക്കറിയാം, അവിടെയുള്ള കാര്യങ്ങളൊക്കെ ക്രമീകരിച്ച് വച്ചിട്ടുള്ള, അവിടെയുള്ള ആ ചർച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നോക്കുന്ന കുറച്ച് പ്രമാണികർ അല്ലെങ്കിൽ
ചർച്ച് എൽഡേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഇവരെന്ത് ചെയ്യില്ല? ഇവർ പൗലോസ് പറയുന്നതും കേൾക്കില്ല, പത്രോസ് പറയുന്നതും കേൾക്കില്ല. ആ ഒരു ശുശ്രൂഷകൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നതാണ് ഈ പ്രമാണിമാരുടെ ലക്ഷ്യം. അവർക്ക് ദൈവമല്ല പ്രധാനം, അവർക്ക് അവരുടെ അധികാരവും അവർക്ക് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവരുടെ കൈക്കുള്ളിൽ എല്ലാ കാര്യങ്ങളും നിർത്തിക്കൊണ്ട് പോകണം എന്നതായിരുന്നു ആ മിഷന് പോകുമ്പോൾ ആ പള്ളികൾക്കുള്ളിൽ, പ്രത്യേകിച്ച് ജെറുസലേമിലൊക്കെ അന്നത്തെ പ്രമാണികൾ ചെയ്തു വന്നിരുന്നത്. ഇപ്പോൾ പൗലോസിന് അതൊരിക്കലും ഇഷ്ടപ്പെട്ടില്ല. പൗലോസ് പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്: എനിക്ക് വചനം പറയാനുള്ള കൃപ നൽകിയത് ഈ പ്രമാണിമാരല്ല, എന്നെ വചനം പറയാൻ പഠിപ്പിച്ചത് ഈ പ്രമാണിമാരല്ല, ഇവരിൽ നിന്നല്ല ഞാനൊന്നും പഠിച്ചത്. എന്നെ പഠിപ്പിച്ചത് പരിശുദ്ധാത്മാവും എന്നെ നടത്തുന്നത് സർവശക്തനുമായ ദൈവവുമാണ്. അതുകൊണ്ട് ഇവരുടെ മുഖം നോക്കേണ്ട കാര്യം എനിക്ക് ഇല്ല എന്ന് 14 വർഷത്തിന് ശേഷം ജെറുസലേമിൽ വന്ന് പൗലോസ് പറയുകയാണ്. ഇന്ന് സഭ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് ഇതുപോലെയുള്ള ഒരു കൂട്ടം പ്രമാണിമാരുടെ അപ്രമാദിത്യമാണ്. പൗലോസ് 14 വർഷം കഴിഞ്ഞതിന് ശേഷം വന്നിട്ട് പറയുകയാണ്, ഇവന്മാരല്ല എന്നെ ശുശ്രൂഷയ്ക്ക് വിളിച്ചത്, ഇവന്മാരിൽ നിന്നല്ല ഞാൻ പഠിച്ചത്, ഇവന്മാരല്ല എന്നെ ശുശ്രൂഷ ചെയ്യിക്കാനായിട്ട് വിളിച്ചത്. എന്നെ വിളിച്ചത് ദമസ്കോസിൻ്റെ കവാടത്തിനുള്ളിൽ ഞാൻ മുന്നേറുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ കർത്താവായ യേശുക്രിസ്തു എന്നെ നേരിട്ട് വിളിച്ചു, എന്നെ നേരിട്ട് ശുശ്രൂഷ ഏൽപ്പിച്ചു. ഞാൻ പഠിച്ചതിനേക്കാൾ അപ്പുറമായി വചനം പറയാൻ എനിക്ക് കൃപ നൽകുന്നു, വചനം പഠിപ്പിക്കാൻ എന്നെ സഹായിക്കുന്നു, പലയിടങ്ങളിൽ കർത്താവിൻ്റെ ശുശ്രൂഷയുമായി പോകാൻ എന്നെ ദൈവം നിർത്തുന്നു. അതുകൊണ്ട് ഈ പ്രമാണിമാർ ഉണ്ടാക്കുന്ന അപ്രമാദിത്വം ദൈവത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് ജെറുസലേമിലെ ചർച്ചിൽ ഒരു തടസ്സം ഉണ്ടാക്കാനായിട്ട് പാടില്ല എന്ന് ശക്തമായി വാദിക്കാനായി അദ്ദേഹം തയ്യാറാകുകയാണ്. ഞാൻ പറഞ്ഞത്, ഇന്ന് ഒരു മിഷൻ നമ്മൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു സുവിശേഷ ഘോഷണം നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് പ്രധാനമായിട്ടും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു തടസ്സം എന്ന് പറയുന്നത് പുറത്തു നിന്നുള്ള തടസ്സത്തേക്കാൾ എവിടെ നിന്നുള്ള തടസ്സമാണ്? അകത്തു നിന്നുള്ള തടസ്സമാണ്. അപ്പോൾ അതാണ് ജെറുസലേമിലെ സഭയെക്കുറിച്ച് പറയുന്നത്. നിങ്ങൾ കുറച്ച് പേർ പ്രമാണികളായി ഇവിടെ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ ശുശ്രൂഷ ഈ ദേശത്ത് ജെറുസലേമിൽ നിന്ന് ആരംഭിച്ച ഈ ശുശ്രൂഷയെ ദൈവത്തിന് ചെയ്യാൻ പറ്റാത്ത വിധം നിങ്ങൾ തടസ്സമായി നിൽക്കുന്നു എന്ന് പൗലോസ് പറയുകയാണ്. ഈ തടസ്സത്തെ മാറ്റിക്കൊണ്ട് അദ്ദേഹം പറയുന്നത്, എന്നെ സുവിശേഷ ഘോഷണം നടത്തുന്നതിന് വേണ്ടി ഇവിടെ ഏൽപ്പിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയിലാണ്. ദൈവത്തിൻ്റെ കൃപയാണ് എന്നെ ഇവിടെ നിലനിർത്തിയിരിക്കുന്നത്. ഈ ദൈവത്തിൻ്റെ കൃപയിൽ മാത്രമാണ് ഞാൻ നിൽക്കുന്നതും. 9-ാമത്തെ വാക്യം, എനിക്ക് ലഭിച്ച കൃപ അറിഞ്ഞുകൊണ്ട് തൂണുകളായി എണ്ണപ്പെട്ടിരുന്ന യാക്കോബ്, കേഫാവ്, യോഹന്നാനും ഞങ്ങൾ ജാതികളുടെ ഇടയിലും അവർ പരിച്ഛേദനക്കാരുടെ സുവിശേഷം അറിയിപ്പാൻ തക്കവണ്ണം എനിക്ക് ബർന്നബാസിനും കൂട്ടായ്മയുടെ വലം കൈ തന്നു. ദരിദ്രരെ ഞങ്ങൾ ഓർത്തുകൊള്ളണമെന്നും മാത്രം അവർ പറഞ്ഞു. അങ്ങനെ ചെയ്യുവാൻ ഞാൻ ഉത്സാഹിച്ചും ഇരിക്കുന്നു. അപ്പോൾ പറയുകയാണ്, ഇവരെ നോക്കേണ്ട കാര്യമില്ല. അതാ പറയുന്നത്, ഈ ചർച്ചിലെ പ്രമാണിമാരെ നോക്കേണ്ട കാര്യമില്ല. ചർച്ചിലെ പ്രമാണിമാരെ നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. പകരം നിങ്ങളെ വിളിച്ചത് സർവശക്തനായ ദൈവമാണ്. ദൈവത്തിൻ്റെ കൃപയിൽ സുവിശേഷം പറഞ്ഞ് ഈ ജനത്തെ നന്മയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഏൽപ്പിച്ചത്. പക്ഷേ ഈ പ്രമാണിമാരെ നോക്കണ്ട എന്ന് പറയുമ്പോഴും ഒരു കാര്യം ചെയ്യാനായിട്ട് അവിടെ പറയുന്നുണ്ട്, അവിടെയുള്ള ദരിദ്രരെ നിങ്ങൾ ഓർത്തുകൊള്ളണം. അതാണ് ആ സഭയുടെ ദൗത്യം. മനസ്സിലായോ? നിങ്ങൾ പ്രമാണിമാരെ നിങ്ങൾ അങ്ങ് വിട്ടേക്ക്, അവരെ ന്യായവിധിക്ക് വേണ്ടി അങ്ങ് വിട്ടേക്കുകയാണ്. എന്നാൽ അവിടെ കുറച്ച് സാധാരണക്കാരുണ്ട്, ദരിദ്രരെ നിങ്ങളെപ്പോഴും ഓർത്തുകൊള്ളണം എന്ന് മാത്രം പറയുകയാണ്. ദരിദ്രർ എങ്ങനെയുള്ളവരാണ്? ഒന്നാമത്തെ ദാരിദ്ര്യം എന്ന് പറയുന്നത് ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. ദൈവാത്മാവിൻ്റെ ദാരിദ്ര്യമുള്ള കുറച്ച് പേരുണ്ട്. അവർക്ക് നിങ്ങൾ വചനം കൊടുത്തു കഴിഞ്ഞാൽ അവരെ നിങ്ങൾക്ക് ദൈവരാജ്യത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് കഴിയും. ആത്മാവിൻ്റെ ദാരിദ്ര്യമുള്ള, നന്നാവണമെന്ന് ആഗ്രഹമുള്ള, രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുള്ള, എങ്ങനെയെങ്കിലും ജീവിതത്തിൻ്റെ കഷ്ടതകളിൽ നിന്ന് തിരിച്ചു കയറി ദൈവാത്മാവിനാൽ വർദ്ധിച്ചു വരണമെന്നും തങ്ങളുടെ ജീവിതം കർത്താവായ യേശുവിനാൽ അനുഗ്രഹിക്കപ്പെടണമെന്നും തങ്ങളുടെ പാപങ്ങൾ കഴുകി തങ്ങൾക്ക് നല്ലൊരു ശുഭഭാവി വരണമെന്നും ആഗ്രഹിക്കുന്ന ആത്മാവിൻ്റെ ദാരിദ്ര്യമുള്ള കുറച്ച് പേരുണ്ട്. നിങ്ങൾ അവരെ ഓർത്ത്
ദൈവത്തിൻ്റെ ശുശ്രൂഷ ഭംഗിയായിട്ട് ചെയ്യുക. അല്ലാതെ നിങ്ങൾ പ്രമാണിമാരെ നോക്കി നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദൈവരാജ്യത്തിൻ്റെ വർധനവിൻ്റെ ശുശ്രൂഷ ആ ദേശത്ത് ചെയ്യാനായിട്ട് കഴിയുകയില്ല എന്ന് പോയി 14 വർഷം കഴിഞ്ഞ് ജെറുസലേമിൽ വന്ന് അപ്പോസ്തലനായ പൗലോസ് തീത്തോസിനോടും ബർന്നബാസിനോടും കൂടി ചേർന്ന് അവിടെയുള്ള അപ്പോസ്തലന്മാരോട് പറഞ്ഞ് പ്രബോധിപ്പിച്ച് അവരെ ശക്തീകരിക്കുകയാണ്. ഞാനീ പറഞ്ഞതിനകത്ത് 2 കാര്യങ്ങളുണ്ട്. ഒരു സഭ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ വളരുന്നില്ല എങ്കിൽ അവിടെ ചില പ്രമാണിമാരുടെ അപ്രമാദിത്യം ഉള്ളതുകൊണ്ട് മാത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ചില സഭകൾ വളരുന്നുണ്ട് എങ്കിൽ അതിന് ഒറ്റ അർത്ഥമേയുള്ളൂ, ദൈവാത്മാവിൻ്റെ ദാരിദ്ര്യമുള്ള ഒരു ജനം വചനം കേൾക്കാനും വചനം അനുസരിക്കാനും വചനത്തിൽ വിശ്വസിക്കാനും വചനാനുസരണമായി ജീവിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ദൗത്യത്തിന് വേണ്ടി തങ്ങളെ സമർപ്പിച്ചു കൊടുക്കാനും വില്ലിങ്നെസ് അല്ലെങ്കിൽ തങ്ങളെ തന്നെ പൂർണ്ണമായി വിട്ടുകൊടുക്കുന്നത് കൊണ്ടാണ് പല സഭകളും വളരുന്നത്. ഇത് 2 നമ്മൾ എപ്പോഴും മനസ്സിലാക്കിക്കൊള്ളണം. എങ്ങനെ ഒരു സഭ വളരുന്നു, എങ്ങനെ ഒരു സഭ തളരുന്നു. ഗ്രൂപ്പിസമുള്ള ഒരു സഭ വളരുമോ തളരുമോ? എന്തു ചെയ്യും? തളരും. ഐക്യമുള്ള ഒരു സഭ വളരുമോ തളരുമോ? ഐക്യമുള്ള ഒരു സഭ വളരും. ഗ്രൂപ്പിസം ഉണ്ടാക്കുന്നത് ആരാണ്? അറിയില്ലേ? ആരാണ്? നിങ്ങൾ പറയണം. പരിശുദ്ധാത്മാവല്ല. ഒരു സഭയെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണെങ്കിൽ ആ സഭയ്ക്കുള്ളിൽ എന്തുണ്ടാകും? എപ്പോഴും യൂണിറ്റി ഉണ്ടാകും. പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകത എന്താണ്? ഐക്യമാണ്. ആ സഭയെ നയിക്കുന്നത് പരിശുദ്ധാത്മാവല്ല എങ്കിൽ അവിടെ എന്തുണ്ടാകും? ഒരാൾ പറയും ഞാൻ പൗലോസിൻ്റെ പക്ഷക്കാരൻ, ഒരാൾ പറയും ഞാൻ അപ്പൊസ്തലൻ്റെ പക്ഷക്കാരൻ, ഒരാൾ പറയും ഞാൻ കേഫാവിൻ്റെ പക്ഷക്കാരൻ. പക്ഷെ കർത്താവ് പറയുന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി എല്ലാമായി ഒന്നായിട്ട് നിൽക്കുന്നത് പോലെ എന്നെ നിങ്ങൾ മുറിച്ച് കളയരുത്. ഞാൻ ഒരാൾ മാത്രമാണ്, നിങ്ങൾ എന്നോട് ചേർന്ന് നിൽക്കണം. ഞാൻ കാൽവരിയുടെ നെറുകയിൽ നിങ്ങൾക്ക് വേണ്ടി ജീവൻ ബലിയാക്കി നൽകിയ ക്രിസ്തു യേശുവിൽ നമ്മളെല്ലാവരും ഒന്നാണ് എന്ന് പറയുകയാണ്. അപ്പോൾ ജെറുസലേമിൽ നിന്നാണ് ഇതെല്ലാം തുടങ്ങിയത്. എന്നാൽ ജെറുസലേമിൽ നിന്നാണ് ഈ സ്പ്ലിറ്റ് വന്നത്, ജെറുസലേമിൽ നിന്നാണ് ഈ അകൽച്ച വന്നത്. അതുകൊണ്ടാണ് അവിടെ പറയുന്നത്, പ്രമാണിമാരെ നിങ്ങളെ അങ്ങ് വിട്ടേക്ക്, ദൈവം നയിക്കും സഭയെ, ദൈവം കരുതും സഭയെ. അതിന് ഒരേ ഒരു കാര്യം മാത്രം ചെയ്യാനായിട്ട് അപ്പോസ്തലന്മാരോട് പറയുന്നു, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുക. യേശുവിൻ്റെ ഫസ്റ്റ് കോൾ അതായിരുന്നു. യേശു പറയുകയാണ്, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്തിരിക്കുകയാൽ എൻ്റെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമുണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുകയാണ് ഒരു സഭയുടെ ഒന്നാമത്തെ ദൗത്യം. ഏതാണ് ഈ ദാരിദ്ര്യം? ആത്മാവിൻ്റെ ദാരിദ്ര്യമാണ്. ആത്മാവിൽ വളരണമെന്ന് ആഗ്രഹിക്കുന്ന ജനത്തിന് ദൈവാത്മാവിൻ്റെ ചൈതന്യം ഒരു സഭയിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ, ഒരു ശുശ്രൂഷയിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ ആ ജനവും ആ കുടുംബവും ഒരുമിച്ച് ഒരു കുടുംബമായി വളരും. അവിടെ ജനം അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യും. ഇതാണ് അതിൻ്റെ ഒരു ട്രൂത്ത് എന്ന് പറയുന്നത്. അപ്പോൾ മിഷൻ എല്ലായിടത്തു നിന്നും എല്ലായിടത്തേക്കും എത്തിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവിടെ ചേരിതിരിവുകളില്ലാതെ കർത്താവായ യേശുവിനെ പൂർണ്ണമായിട്ട് ഹൃദയത്തിൽ വിശ്വസിച്ച് ഏറ്റെടുത്ത് മുന്നോട്ട് പോകുക എന്നതാണ്. പലയിടങ്ങളിലും നമുക്കറിയാം ഈ ഒരു പ്രമാണിത്വം അതിങ്ങനെ ഒരു തടസ്സമായിട്ട് നിൽക്കും. പക്ഷേ അതിനെ ഓവർകം ചെയ്താലേ നമുക്ക് യഥാർത്ഥമായ ദൈവസ്നേഹം അവിടെ അനുഭവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ കർത്താവായ യേശു തൻ്റെ ശിഷ്യന്മാരോടുള്ള ബന്ധത്തിൽ സമ്പാദിക്കുന്നത് അങ്ങനെയാണ്. എന്തുണ്ടെങ്കിലും എന്തു ചെയ്യും? നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. മൂന്നാമതൊരാളിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് ദൈവത്തോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നേരിട്ട് പറയണം. ഇതിനിടയിൽ വെച്ച് ഒരാളെയും വെച്ച് നമ്മൾ ഒരു കാര്യവും പറയാനായിട്ട് ശ്രമിക്കരുത്. ഞാൻ പറയാനുള്ള കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്, ജെറുസലേമിലെ സഭയിൽ വന്ന ഒരു പ്രശ്നം അതായിരുന്നു. ഇവർ നേരിട്ട് അപ്പോസ്തലന്മാരോട് ഒന്നും പറയില്ല, നേരിട്ട് പൗലോസിനോടൊന്നും പറയില്ല, തീത്തോസിനോടും പറയില്ല, പത്രോസിനോടും പറയില്ല. എന്നാൽ ഈ വെളിയിൽ കിടന്നെല്ലാം എന്ത് ചെയ്തുകൊണ്ടിരിക്കും? പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ വന്നപ്പോഴാണ് സഭ തുടങ്ങിയ സ്ഥലമായ ജെറുസലേമിലാണ് ഏറ്റവും കൂടുതൽ സഭയ്ക്കുള്ളിൽ കലാപം ഉണ്ടായത്. സഭയുടെ സ്റ്റാർട്ടിംഗ് പോയിൻ്റാണ് ജെറുസലേം. അവിടെയാണ് സഭയ്ക്കുള്ളിൽ കലാപം ഉണ്ടായത്. അപ്പോൾ പൗലോസ് പറയുകയാണ്, നിങ്ങൾ എന്തുണ്ടെങ്കിലും എന്ത് ചെയ്യണം? നേരിട്ട് പറഞ്ഞ് ശീലിക്കണം. എന്തുണ്ടെങ്കിലും നിങ്ങൾക്കൊരു പക്ഷേ ദേഷ്യമുള്ള കാര്യമായിരിക്കാം, നേരിട്ട് പറയണം. അപ്പോൾ ഈ ജെറുസലേമിലെ സഭയുള്ള ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ നേരിട്ട് അവർ സംസാരിച്ചില്ല, അവർ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, അവർ സഭയ്ക്കുള്ളിൽ ക്ലാഷ് ഉണ്ടാവുകയാണ്. അപ്പോൾ ഭാവിയിലായിരുന്നാലും നമ്മുടെ സഭയ്ക്കുള്ളിൽ ഏതെങ്കിലുമൊക്കെ ഭാരങ്ങൾ പ്രയാസങ്ങളൊക്കെ വരികയാണെങ്കിൽ വിശ്വാസികൾ തമ്മിലായിരുന്നാലും നേരിട്ട് എന്ത് ചെയ്യുക?
നിങ്ങൾ സംസാരിക്കുക, നേരിട്ട് സംസാരിക്കുക, നേരിട്ട് പറയുക, നേരിട്ട് കാര്യങ്ങൾ പറയുക. അത് ഒരു വളർച്ചയുടെ, ഒരു പുരോഗതിയുടെ പടിയിലേക്ക് ശുശ്രൂഷകളെയും സഭയെയും ഒക്കെ കൊണ്ടുപോകുന്നതിന് കാരണമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത്, നമ്മളിന്ന് വായിച്ച പഴയ നിയമ പാഠഭാഗത്തിലേക്ക് നമ്മൾ പോവുകയാണ്. പഴയ നിയമ പാഠഭാഗം 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാമത്തെ അധ്യായത്തിലാണ്. കർത്താവിൻ്റെ ദൗത്യം അല്ലെങ്കിൽ യേശുവിൻ്റെ ദൗത്യം, യഹോവയായ ദൈവത്തിൻ്റെ ദൗത്യം എങ്ങനെയാണ് മറ്റിടങ്ങളിലേക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പോകുന്നത് എന്ന് നമ്മൾ അവിടെ നിന്ന് പഠിക്കും. കുറേ സ്റ്റെപ്പുകൾ അതിനകത്ത് വളരെ മനോഹരമായി കർത്താവ് നമുക്ക് പറഞ്ഞു തരാനായി ആഗ്രഹിക്കുന്നുണ്ട്. അതിലൊന്നാണ് 17-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു കഥാപാത്രം, ഗിലെയാദിലെ തിശ്ബിയിൽ നിന്നുള്ള തിശ്ബിനായ ഏലിയാവ്. ഏലിയാവിനെ കുറിച്ച് നമ്മൾ പറയുന്ന മറ്റൊരു കാര്യം നമുക്കറിയില്ല. അതിവേഗത്തിൽ ഏലിയാവ് ഈ പുസ്തകത്തിലൂടെ എൻ്റർ ചെയ്യുന്നു, ആഹാബ് രാജാവിനോട് സംസാരിക്കുന്നു. കുറച്ചു കാലം മാത്രം അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകുന്നു, മറ്റു കാര്യങ്ങളൊന്നും അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് അറിയില്ല. പക്ഷെ ഒരു കാര്യം ഏലിയാവിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കേണ്ടത്, ഏലിയാവിൻ്റെ മിഷൻ എന്നത് ദൈവത്തിൻ്റെ മിഷനായിരുന്നു. ദൈവം എന്ത് പറയുമോ അത് മാത്രമേ ഏലിയാവ് ചെയ്തിരുന്നുള്ളൂ. ദൈവത്തിൻ്റെ കാര്യങ്ങൾ ദൈവം പറയുന്നതിനനുസരിച്ച് ചോദ്യം ചെയ്യാതെ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് അദ്ദേഹം പോയി ആഹാബിനോട് പറയുകയാണ്, ഞാൻ സേവിച്ചു വരുന്ന ദൈവമാണ്, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഇവിടെ ഇനി മുതൽ മഴ ഉണ്ടാകുകയില്ല. ആ വിശ്വാസത്തിൻ്റെ ശക്തി നിങ്ങൾ നോക്കണം. രാജാവാണ്, രാജാവിൻ്റെ അരികിൽ പോയിട്ട് പറയുകയാണ്, ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഴ പെയ്യില്ല. അങ്ങനെ ഒരാൾക്ക് പറയാനുള്ള കോൺഫിഡൻസ് എവിടെ നിന്ന് കിട്ടി? നമുക്ക് പറയാനായിട്ട് കഴിയുമോ? ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഇത് സംഭവിക്കില്ല എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഏലിയാവും ദൈവവുമായിട്ട് അത്രയും നല്ലൊരു ബന്ധം ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ ഓർക്കേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്രമാണിമാരെയും ഭയപ്പെടാത്ത ഒരു ശുശ്രൂഷ ചെയ്ത ആളാണ് ഏലിയാവ്. മനുഷ്യൻ്റെ മുഖം നോക്കുന്നില്ല, രാജാവിൻ്റെ മുഖം നോക്കുന്നില്ല. രാജാവിൻ്റെ മുമ്പിൽ ഇത് പോയി പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നതെന്ന് ഏലിയാവിനറിയാം. പക്ഷേ ധൈര്യമാണ്. പ്രവാചക ശബ്ദമായി അദ്ദേഹം പോയി പറയുകയാണ്, ഞാൻ പറയാതെ ഈ ദേശത്ത് ഞാൻ സേവിച്ചു വരുന്ന യഹോവയാണ്, ഇനി മഴ പെയ്യില്ല. ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആളിൻ്റെ കാറ്റ് പോയി. ഇത്രയും പറഞ്ഞിട്ട് അയാൾ പതിയെ അവിടെ നിന്ന് ഇറങ്ങി അങ്ങ് പോവുകയാണ്. പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത്, അയ്യോ പറഞ്ഞല്ലോ, ഇനി എന്താണ് സംഭവിക്കുന്നതെന്ന്. പറഞ്ഞിട്ട് 2-ാമത്തെ വാക്യത്തിൽ അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങി. അവിടെ നിന്ന് പുറപ്പെട്ട് കിഴക്കോട്ട് യോർദാനോട് ചെന്ന് കെരീത് എന്ന തോടിൻ്റെ അരികെ ഒളിച്ചിരിക്കാനായിട്ട് ദൈവം അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പം നമ്മൾ ഓർക്കേണ്ടത്, ചില കാര്യങ്ങൾ ദൈവം അനുവദിക്കുന്ന ശുശ്രൂഷകളിലൂടെ നമ്മൾ പറയുകയും പ്രവർത്തിക്കുകയും സുവിശേഷം പറയുകയും ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് കുറച്ച് നാൾ ഒളിച്ചു പാർക്കേണ്ടതായിട്ട് വരും. പക്ഷേ ദൈവം പറയുന്നൊരു വാഗ്ദത്തമുണ്ട്, അനർത്ഥ ദിവസത്തിൽ അവൻ തൻ്റെ തിരുനിവാസത്തിൽ എന്നെ ഒളിപ്പിക്കും, തൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും, അവൻ നമ്മളെ സംരക്ഷിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ തിരുനിവാസം, ദൈവത്തിൻ്റെ കൂടാരത്തിൽ അവൻ നമ്മളെ മറച്ച് ഒളിപ്പിച്ചു വയ്ക്കും. അപ്പോൾ ദൈവത്തിന് വേണ്ടി നിന്നു എന്നതിൻ്റെ കാരണത്താൽ ഒരു മനുഷ്യനും ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാനായി ഇടവരാതെ ദൈവം സംരക്ഷിക്കും, ഏത് സ്ഥലത്ത് തന്നെയായിരുന്നാലും. അങ്ങനെ തിശ്ബിനായ ഏലിയാവിനെ കെരീത് എന്ന തോട്ടിൻ്റെ അരികിൽ പോയി ഇരിക്കാനായി ദൈവം പറയുകയാണ്. നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, എപ്പോഴാണോ നമ്മൾ നേതൃത്വത്തിനെതിരെ അല്ലെങ്കിൽ പ്രമാണിത്വത്തിനെതിരെ സംസാരിക്കുന്നത്, അത് കഴിയുമ്പോൾ തൊട്ടടുത്ത സമയം ഉണ്ടാകാനുള്ള റെസ്പോൺസ് എന്ന് പറയുന്നത് നമുക്കൊരു നെഗറ്റീവ് എക്സ്പീരിയൻസ് ഉണ്ടാകും. നേതൃത്വത്തിനെതിരെ എന്ന് സംസാരിക്കുമോ, പ്രമാണിത്വത്തിനെതിരെ എന്ന് സംസാരിക്കുമോ, അന്ന് അതിനെതിരെയുള്ള ഒരു പ്രശ്നം നമുക്കുണ്ടാകും. ദൈവത്തിന് വേണ്ടി നിൽക്കുമ്പോൾ, ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കുമ്പോൾ തൊട്ടടുത്ത സമയം നമുക്കുണ്ടാകുന്നത് എന്തായിരിക്കും? ഒരു വേദനയായിരിക്കും. അതെല്ലാവരും മനസ്സിലാക്കിക്കൊള്ളണം. കർത്താവിന് വേണ്ടി നിങ്ങൾ നിൽക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങളുടെ ലൈഫ് എപ്പോഴും സന്തോഷമായിരിക്കണമെന്നുള്ള ഗ്രാൻഡ് അല്ല ദൈവം തന്നിട്ടുള്ളത്. നിങ്ങളെ ദൈവം വിശ്വാസത്തിൽ ഉറപ്പിച്ച് നിർത്തും എന്നതാണ്. അങ്ങനെ ഏലിയാവ് ഇത് പറഞ്ഞു. ഏലിയാവിൻ്റെ ജീവിതത്തിൽ അന്ന് മുതൽ സംഘർഷമാണ്, പണപ്രയാസമാണ്, വേദനയാണ്. അങ്ങനെ തോടിൻ്റെ അരികിൽ പോയി താമസിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, നിനക്ക് എവിടെ നിന്ന് വെള്ളം കുടിക്കാം? തോടിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം നിനക്ക് കുടിക്കാം. നിനക്ക് ആവശ്യമായ അപ്പവും ഇറച്ചിയും കാക്ക നിനക്ക് വേണ്ടി കൊണ്ടുവന്ന് തരും. അങ്ങനെ ദൈവം എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ കരുതൽ നമ്മളെവിടെ ഓർക്കണം. എവിടെ ദൈവം നമ്മളെ മിഷന് വേണ്ടി അയച്ചാലും, ഏത് കാര്യങ്ങൾക്ക് വേണ്ടി ദൈവം നമ്മളെ പറഞ്ഞു വിട്ടാലും ദൈവത്തിനൊരു പദ്ധതിയുണ്ട്.
ദൈവം നമ്മളെ ഉറപ്പായിട്ടും കരുതിക്കൊള്ളും. ദൈവത്തെ അങ്ങ് വിശ്വസിക്കുക മാത്രമാണ് നമ്മൾ വേണ്ടത്. സംശയിക്കരുത്. ദൈവം പറഞ്ഞാൽ ആ കാര്യങ്ങൾ നമ്മൾ അതുപോലെ ചെയ്യുക. ആരോട് പറയാൻ പറഞ്ഞാലും, എന്ത് ചെയ്യാൻ പറഞ്ഞാലും, ഏത് പ്രമാണിയോടോ രാജാവിനോടോ പറയാൻ പറഞ്ഞാലും നമ്മളങ്ങ് പറയുക. ബാക്കി കാര്യങ്ങളെല്ലാം ക്രമീകരിക്കുന്നത് ദൈവമാണ്. എന്നാൽ നമ്മുടെ ഒരു പ്രയാസം എന്ന് പറയുന്നത്, നമുക്ക് പലരുടെയും മുഖത്ത് നോക്കി പലതും പറയാനായിട്ട് മടിയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ദൈവാത്മാവ് നമ്മളെ നയിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മുഖത്ത് നോക്കി പറയാനായിട്ട് ശീലിക്കണം. അപ്പോൾ മുഖത്ത് നോക്കി പറയുക എന്നത് ദൈവം ഈ ഒരു പശ്ചാത്തലത്തിൽ ആഹാബിൻ്റെ മുഖത്ത് നോക്കി ഏലിയാവിനോട് പറയാൻ പറഞ്ഞത് തന്നെ അത് വലിയൊരു മിഷനാണ്. അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന ഒരു ദൗത്യം എന്താണ്? ദൈവം മറ്റുള്ളവരോട് നേരിട്ട് ഒരു കാര്യം പറയാനായി ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ തന്നെ പറയണം? നേരിട്ട് തന്നെ പറയണം. നേരിട്ട് തന്നെ ആ കാര്യം സമ്പാദിക്കണം. നമുക്കൊരു പെയിൻ ഉണ്ടാകുമായിരിക്കും, പക്ഷേ ആ ഒരു പെയിൻ, ആ ഒരു സങ്കടം നമ്മളെ ഏറ്റെടുക്കുക. ദൈവം അവിടെ നമ്മളെ കരുതിക്കൊള്ളും. അങ്ങനെ ആ ഒരു സ്ഥലം നിങ്ങൾ മനസ്സിലാക്കണം. ഗിലെയാദ് എന്നാണ് അവൻ്റെ സ്ഥലം. അവിടെ നിന്ന് അവൻ ആഹാബിൻ്റെ അരികിലെത്തി. അവൻ ഒന്നാമത്തെ മിഷൻ ദൗത്യം ഏറ്റെടുത്തു. അദ്ദേഹത്തോട് സംസാരിച്ചു. അടുത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. നേരെ തോടിൻ്റെ അരികിലേക്ക് പോവുകയാണ്. അവിടെയും ദൈവം അവനെ കരുതുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ക്ഷാമം വന്നു. തോടിലെ വെള്ളം വറ്റിപ്പോയി. വെള്ളം വറ്റി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, നീ ഇനി എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് എഴുന്നേറ്റ് സീദോനോട് ചേർന്ന് സാരഫാത്ത് എന്ന സ്ഥലത്തേക്ക് പോകണം. അദ്ദേഹം ചിന്തിച്ചു കാണും തൻ്റെ ദൗത്യം ഒരു പക്ഷേ പൂർണ്ണമായി എന്ന്. എന്നാൽ അങ്ങനെയല്ല. ആദ്യം അദ്ദേഹത്തെ അയച്ചത് എവിടെയാണ്? ഞാൻ നേരത്തെ പറഞ്ഞു, എവിടെയാണ്? പ്രമാണിയോട് പോയി പറയാനായിട്ട് പറഞ്ഞു. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ സുവിശേഷ വേദഭാഗത്തിലേക്ക് വരണം. പ്രമാണിയോട് പറയുകയും വേണം. എന്നാൽ ചെയ്യേണ്ട കാര്യം എന്തായിരുന്നു? ദരിദ്രരോട് സുവിശേഷം അറിയുക, അല്ലെങ്കിൽ ദരിദ്രരോട് ചേർന്ന് നിൽക്കണം. അപ്പോൾ ഇതാണ് കോണ്ടെക്സ്റ്റ്. പറഞ്ഞ് മനസ്സിലായോ? പ്രമാണിയോട് പറയണം, പറഞ്ഞിട്ട് വിടുക. ചെയ്യേണ്ടത് എവിടെയാണ്? ദരിദ്രരായ ആൾക്കാരുണ്ട്, അവർക്ക് വേണ്ടി പോയി ചെയ്യണം. അപ്പോൾ ഇവിടെ ആഹാബിനോട് ഏലിയാവ് പോയി പറഞ്ഞു. അപ്പോൾ ഫസ്റ്റ് കാര്യം മനസ്സിലായല്ലോ, പ്രമാണിയോട് പോയി പറഞ്ഞു. ഇനി ചെയ്യേണ്ടത് എവിടെയാണ്? ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു കുടുംബമുണ്ട്, അവിടെ പോയി ചെയ്യണം. അങ്ങനെയാണ് ആ ദൗത്യം പൂർത്തിയാകുന്നത്. രണ്ടും തമ്മിൽ മനസ്സിലായോ? ഇനി അദ്ദേഹം നേരെ എങ്ങോട്ട് പോയി? നേരെ സാരഫാത്തിലെ വിധവയുടെ അരികിലേക്ക് പോയി. ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു കുടുംബം, സങ്കടമുള്ള ഒരു കുടുംബം, ബിഷപ്പ് കാരണം നട്ടം തിരിയുന്ന ഒരു കുടുംബം, കടബാധ്യതയുള്ള ഒരു കുടുംബം, വിധവയായ ഒരു കുടുംബം, ഒരു മകനുള്ള ഒരു കുടുംബം, ആത്മാവിൻ്റെ ദാരിദ്ര്യമുള്ള ഒരു കുടുംബം. ആ കുടുംബത്തിലേക്ക് ആരെ പറഞ്ഞു വിട്ടു? ഏലിയാവിനെ ദൈവം പറഞ്ഞു വിട്ടു. ഇനി നിങ്ങൾ ഞാൻ പറഞ്ഞ ഗലാത്യർക്ക് എഴുതിയ ലേഖനം ഒന്ന് ഓർമ്മിച്ച് നോക്കണം. ദൈവം പറയുകയാണ്, പ്രമാണിയോട് പറയണം, പറഞ്ഞിട്ട് അവിടെ നിൽക്കരുത്. നിൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ കുറച്ച് ദരിദ്രരുണ്ട്, അവരുടെ അടുക്കൽ പോയി അവർക്ക് ആവശ്യമുള്ളത് ചെയ്തു കൊടുക്കാൻ ഒരു മടിയും കാണിക്കരുത്. അതേ സംഭവമാണ് പുതിയ നിയമത്തിൽ നിന്ന് നമ്മളിവിടെ പഴയ നിയമത്തിൽ വായിക്കുന്നത്. പ്രമാണിയായ രാജാവായ ആഹാബിനോട് കാര്യം പോയി പറഞ്ഞു. എന്നിട്ട് ദൈവം അവനോട് പറഞ്ഞു, ഇനി നിൻ്റെ ദൗത്യം, നീ പറയാനുള്ളത് പറഞ്ഞല്ലോ, ഒരു സാധാരണക്കാരിയായ ദരിദ്രയായ ഒരു വിധവയുണ്ട്, അവരുടെ അടുക്കിലേക്ക് നീ പോകണം. അപ്പോൾ ഇതാണ് ഈ ദൗത്യത്തിൻ്റെ പ്രത്യേകത. ഒരിടത്ത് നിന്നും മറ്റൊരിടത്തേക്ക്, വലിയ ഒരു സ്ഥലത്ത് നീ പറയേണ്ടത് പറഞ്ഞാൽ ചെറിയ ആൾക്കാരുടെ ഇടയിലുള്ള എൻട്രൻസ് നിനക്ക് വേണ്ടി തുറക്കപ്പെടുകയുള്ളൂ. വലിയവരോട് നീ പറയുകയും വേണം, ചെറിയവൻ്റെ അടുക്കൽ നിന്നെ തന്നെ വിനയപ്പെടുത്തി നീ പോവുകയും വേണം. രാജസന്നദ്ധിയിൽ നീ എങ്ങനെ പോയോ അതേ ധൈര്യത്തോടും അതിനപ്പുറമുള്ള വിനയത്തോടും നീ ഒരു വിധവയുടെ വീട്ടിലും നീ പോയി യേശുവിൻ്റെ സുവിശേഷവും ദൈവത്തിൻ്റെ ശക്തിയും നിനക്ക് പറയാൻ മനസ്സുണ്ടാകണം. രാജസന്നദ്ധിയിൽ മാത്രമല്ല, ഒരു ദരിദ്രരായ കുടുംബത്തിലും നിനക്ക് പോകാൻ മടിയില്ലാതിരിക്കണം. ഇതാണ് പറയാനായി ആഗ്രഹിക്കുന്നത്. അങ്ങനെ ആ കുടുംബത്തിലോട്ട് പോയി. നമുക്ക് വായിക്കാം 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം 10-ാം വചനം. അങ്ങനെ അവന് എഴുന്നേറ്റ് സാരഫാത്തിന് പോയി. അവൻ പട്ടണവാതിൽക്കൽ എത്തിയപ്പോൾ അവിടെ ഒരു വിധവ വിറക് പെറുക്കിക്കൊണ്ടിരുന്നു. അവൻ അവളെ വിളിച്ചു, എനിക്ക് കുടിപ്പാൻ ഒരു പാത്രത്തിൽ കുറേ വെള്ളം കൊണ്ടുവരണമേ എന്ന് പറഞ്ഞു. വെള്ളം പറ്റിപ്പോയി, തോട്ടിൽ വെള്ളമില്ല. അവൻ പോയി ചോദിക്കുകയാണ്, എനിക്ക് കുറച്ച് വെള്ളം തരണം. എന്തിനാണ് ഈ വെള്ളം തരണമെന്ന് ആഗ്രഹിക്കുന്നത്? എന്തിനാണ് വെള്ളം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നത്? അവിടെ ഒരു എൻട്രൻസ്, ഒരു പ്രവേശനം അവരിൽ നിന്ന് കിട്ടാൻ വേണ്ടിയാണ്. അവൾ കുറച്ച് വെള്ളം കൊടുക്കുമ്പോൾ ആ വീടിനേക്കുള്ള ഡോറ് ഓപ്പൺ ആകുകയാണ്. അവളുടെ ഹൃദയത്തെ തുറന്നു കൊടുക്കുകയാണ്.
അവളുടെ ഹൃദയത്തെ തുറന്നു കൊടുക്കുമ്പോൾ ആ വീട്ടിലേക്ക് പ്രവേശിക്കാനായിട്ടുള്ള ഒരു പ്രവേശനം കിട്ടുകയാണ്. യഹൂദന്മാരുടെ കാലഘട്ടത്തിൽ ഒരു മനുഷ്യന് വീട്ടിലേക്ക് വരുമ്പോൾ ആദ്യം അദ്ദേഹത്തിൻ്റെ കാലെന്ത് ചെയ്യും? കഴുകും. എന്തുകൊണ്ട് കഴുകും? വെള്ളം കൊണ്ട് കഴുകും. നമ്മുടെ നാട്ടിലൊക്കെ പണ്ടുള്ള അങ്ങനെ ഒരു രീതി ഉണ്ടായിരുന്നു. വീട്ടിന് പുറത്തൊരാൾ വന്ന് എന്ത് ചെയ്യും? കാല് കഴുകിയിട്ട് അകത്തോട്ട് കയറ്റത്തുള്ളൂ. രണ്ടാമത് നമ്മുടെ വീട്ടിൽ ഒരാൾ വന്നാൽ ആദ്യം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുമോ, ഡിന്നർ കൊടുക്കുമോ, വെള്ളം കൊടുക്കുമോ? ആദ്യം എന്ത് കൊടുക്കും? ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കും. നമ്മളെ വീട്ടിൽ വരുന്ന ഒരാളെ നമ്മുടെ വീട്ടിലേക്ക്, നമ്മുടെ ലൈഫിലേക്ക് ക്ഷണിക്കുന്നതിൻ്റെ ഒന്നാമത്തെ അടയാളമാണ് അല്പം വെള്ളം കൊടുക്കുക എന്നത്. യേശു ശമര്യക്കാരത്തിയായ സ്ത്രീയെ കാത്ത് ആ തോടിൻ്റെ, ആ കിണറിൻ്റെ അരികിൽ പോയിരുന്നിട്ട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എനിക്കല്പം വെള്ളം തരിക. എന്താ ചോദിക്കുന്നത്? എനിക്കല്പം വെള്ളം തരിക. എനിക്ക് നിൻ്റെ ലൈഫ് മാറ്റണം, പക്ഷെ എനിക്ക് എന്ത് വേണം? നീ എനിക്കല്പം വെള്ളം തരണം. അപ്പോൾ അതുപോലെയാണ് ഇവിടെയും വന്ന് ചോദിക്കുന്നത്, എനിക്കല്പം വെള്ളം തരണം, എനിക്ക് കുടിക്കാൻ അല്പം വെള്ളം വേണം. അപ്പോൾ അവൾ എന്തു പറഞ്ഞു? അവൾ പറഞ്ഞു, അവൾ വെള്ളം കൊണ്ടുവരുവാൻ പോകുമ്പോൾ രണ്ടാമത് ഒരു കാര്യം കൂടെ ഡിമാൻഡ് ചെയ്യുകയാണ്. എന്തുകൂടെ കൊണ്ടുവരണം? അപ്പം കൂടെ കൊണ്ടുവരണം. അപ്പം നമ്മൾ ചോദിക്കും, അത് ശരിയാണോ? ആദ്യം വെള്ളം കൊണ്ടുവന്നതിന് ശേഷം മാത്രം രണ്ടാമത് അപ്പം ചോദിച്ചാൽ പോരേ? അപ്പോൾ ഇത് രണ്ടും തമ്മിൽ ഒരു ബന്ധമുണ്ട്. കാര്യമെന്ന് പറയുന്നത്, ഇനി നമുക്ക് പുതിയ നിയമത്തിലേക്ക് വരാം. യേശു പച്ചവെള്ളത്തെയാണ് എന്താക്കി മാറ്റുന്നത്? വീഞ്ഞാക്കി മാറ്റുന്നത്. അപ്പത്തെയാണ് എന്താക്കി കൊടുക്കുന്നത്? വർദ്ധിപ്പിച്ച് ജീവൻ്റെ അപ്പമാക്കി കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അർത്ഥം ഇതിനകത്ത് ഒളിഞ്ഞിരിപ്പുണ്ട്. ഇവൾ ഈ വെള്ളം കൊണ്ടുവരുമ്പോൾ ഈ വെള്ളം ആ കുടുംബത്തിന് അനുഗ്രഹമായ കർത്താവിൻ്റെ ജീവരക്തമായി മാറ്റപ്പെടും. അപ്പോൾ വെള്ളം മാത്രം കൊണ്ടുവന്നതുകൊണ്ടായില്ല, അതിൻ്റെ കൂടെ എന്തുകൂടെ വേണം? അപ്പം കൂടെ വേണം. അപ്പം കൂടെ കിട്ടിയാലേ ആ വീട് അനുഗ്രഹിക്കപ്പെടുകയുള്ളൂ. അങ്ങനെയെങ്കിൽ ഏലിയാവിലൂടെ ആ സമയത്ത് യഹോവയായ ദൈവം ആ വീടിന് വർധനവ് വരുത്തി കൊടുക്കുന്നത് ഏതിലൂടെയാണ്? ശരീര രക്തങ്ങളിലൂടെ. അർത്ഥം മനസ്സിലായോ? നമ്മുടെ വീട് അനുഗ്രഹിക്കപ്പെടുന്നത് ഏതിലൂടെയാണ്? കർത്താവിൻ്റെ ശരീര രക്തങ്ങൾ നമ്മൾ സ്വീകരിക്കുമ്പോഴാണ് ഒരു വീട് അനുഗ്രഹിക്കപ്പെടുന്നത്. അപ്പോൾ അത്രയും തകർന്നു കിടന്ന ഒരു വീടാണ്, അത്രയും ശോഷിച്ചു പോയ ഒരു വീടാണ്. അവളോട് പറയുകയാണ്, നീ വെള്ളം കൊണ്ടുവരിക. ആ വെള്ളത്തെ കർത്താവിന് എന്താക്കി മാറ്റാൻ പറ്റും? ജീവൻ്റെ രക്തമാക്കി മാറ്റാൻ പറ്റും. വെള്ളത്തെ തിരുശരീരത്തിലെ രക്തമാക്കി മാറ്റാൻ പറ്റും. നീ അപ്പം കൊണ്ടുവരിക. ഈ അപ്പത്തെ നിനക്ക് വർദ്ധിപ്പിച്ച് തരാനായിട്ട് പറ്റും. നിങ്ങൾ നോക്കുക, ഈ വെള്ളവും ഈ അപ്പവും ആ വീടിന് വർധനവായിട്ട് തീർന്നു. അതാണ് പറയുന്നത്, നിങ്ങൾ ദരിദ്രരുടെ ഇടയിൽ പോയി എന്ത് ചെയ്യണം? സുവിശേഷ ഘോഷണം ചെയ്യണം. അങ്ങനെയെങ്കിൽ ഏലിയാവ് ഇവിടെ പോയി ചെയ്ത സുവിശേഷ ഘോഷണം എന്തായിരുന്നു? നിങ്ങൾ പറഞ്ഞേ, എന്താണ് ചെയ്തത്? ദൈവത്തെ കൊടുത്തു, അല്ലെങ്കിൽ യേശുവിനെ കൊടുത്തു. പഴയ നിയമത്തിന് ഭയങ്കര അർത്ഥമുണ്ട് അതിന്. യേശുവിനെ കൊടുത്തു, യേശുവിൻ്റെ ശരീരത്തെ കൊടുത്തു, യേശുവിൻ്റെ രക്തത്തെ കൊടുത്തു. അത് ആ കുടുംബത്തെ അനുഗ്രഹിച്ചു. അപ്പം നമ്മുടെ എല്ലാ കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടുന്നതിന് വേണ്ടി ദൈവം വച്ചിട്ടുള്ള സ്വർഗത്തിലെ വലിയൊരു അനുഗ്രഹമാണ് കർത്താവിൻ്റെ ശരീരവും കർത്താവിൻ്റെ രക്തവും. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണേ. നിങ്ങളുടെ വീട്ടിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും, എത്ര ദാരിദ്ര്യം ഉണ്ടെങ്കിലും, എത്ര വലിയ കടബാധ്യത ഉണ്ടെങ്കിലും, നിങ്ങൾക്കുള്ള ബുദ്ധിമുട്ടുകളോ സങ്കടമോ ക്ലേശമോ എന്ത് തന്നെയായിരുന്നാലും നിങ്ങൾക്ക് ദൈവം നൽകുന്ന ഒരു അഷ്വറൻസാണ്, ദൈവം നിങ്ങൾക്ക് നൽകുന്ന ഒരു ഗ്രാൻഡാണ്, ഉറപ്പാണ്. കർത്താവിൻ്റെ ശരീരവും കർത്താവിൻ്റെ രക്തവും ദൈവകരങ്ങളിൽ നിന്ന് നിങ്ങൾ സ്വീകരിക്കുമ്പോൾ നിങ്ങളുടെ ഫാമിലിയെ, നിങ്ങളുടെ കുടുംബത്തെ ദൈവം സ്വർഗീയ അനുഗ്രഹങ്ങളാൽ നിറയ്ക്കും. ഇത് വിശ്വസിച്ച് സ്വീകരിക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കും അതൊരു അനുഗ്രഹമാണ്. നിങ്ങൾ നോക്ക്, ആ വീടിന് പിന്നീട് ഒരു കുറവ് വന്നിട്ടുണ്ടോ എന്ന്? ഉണ്ടോ? ഒരു കുറവും വന്നിട്ടില്ല. അതാണ് യേശു പറഞ്ഞത്, ദരിദ്രരോട് സുവിശേഷം അറിയിപ്പാൻ എന്നെ എൻ്റെ പിതാവായ ദൈവം അഭിഷേകം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആ ദരിദ്രർക്ക് ഇന്ന് അനുഗ്രഹമുണ്ട്. അവരുടെ ദാരിദ്ര്യമെല്ലാം മാറുകയാണ്. ആത്മീയ ദാരിദ്ര്യവും അവരുടെ ജീവിതത്തിലെ ഭൗതിക ദാരിദ്ര്യവും അന്ന് മുതൽ മാറ്റപ്പെടുകയാണ്. ശ്രദ്ധിച്ച് വായിക്കാം 11-ാമത്തെ വാക്യം. അവൾ കൊണ്ടുവരുവാൻ പോകുമ്പോൾ ഒരു കഷ്ണം അപ്പവും കൂടെ നിൻ്റെ കയ്യിൽ കൊണ്ടുപോരണമേ എന്ന് അവൻ അവളോട് വിളിച്ചു പറഞ്ഞു. അതിനവൾ, നിൻ്റെ ദൈവമായ യഹോവയാണ്, കലത്തിൽ ഒരു പിടി മാവും തുരുത്തിയിൽ അല്പം എണ്ണയും അല്ലാതെ എനിക്ക് ഒരു അപ്പവുമില്ല. അത് പറയുകയാണ്, എനിക്ക് എൻ്റെ കയ്യിലൊന്നുമില്ല. അവൾ പറയുകയാണ്, കംപ്ലീറ്റ് ആയിട്ട് അവൾ വിട്ടുകൊടുത്ത് നിൽക്കുകയാണ്. എൻ്റെ കയ്യിലൊന്നുമില്ല,
ഞാൻ ടോട്ടലി ഫെയിലിയറാണ്. നിങ്ങൾ കർത്താവിന് വേണ്ടി അങ്ങനെ വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറാകണം. എൻ്റെ കയ്യിൽ ഒന്നുമില്ല, എനിക്ക് കൊടുക്കാനായിട്ട് ഒന്നുമില്ല, ഞാൻ ബലഹീനനാണ്, ദുർബലനാണ്, എനിക്ക് കുറവുകളുണ്ട്, രോഗമുണ്ട്, നഷ്ടമുണ്ട്, പ്രയാസമുണ്ട്, എനിക്ക് എൻ്റേതായ രീതിയിൽ അഭിമാനിക്കാനായിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞ് നമ്മൾ സബ്മിറ്റ് ചെയ്ത് കൊടുക്കണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യുക, നീ എനിക്ക് ഒരപ്പം ഉണ്ടാക്കിക്കൊണ്ട് വരണം. അത് ഞങ്ങൾ തിന്നിട്ട്, ഇനി ഞങ്ങൾക്ക് ഒരപ്പം മാത്രം ഉണ്ടാക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ഉണ്ടാക്കി തിന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്, അത് എൻ്റെ മകന് വേണ്ടി ഒരുക്കി അത് ഞങ്ങൾ തിന്നിട്ട് മരിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ആ കുടുംബത്തിൻ്റെ ഒരു പശ്ചാത്തലം നിങ്ങൾ നോക്കുക. ഇനി അവർക്ക് മുന്നോട്ട് പോകാനായിട്ട് ഒരു വഴിയുമില്ല. ഇപ്പോൾ എന്നെ കേൾക്കുന്ന നിങ്ങളുടെയൊക്കെ വീടുകളിലുള്ള പ്രശ്നങ്ങൾ അങ്ങനെയായിരിക്കും. ഒരുപക്ഷെ കടബാധ്യതകൾ കൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. കുടുംബങ്ങളിലെ പ്രശ്നങ്ങൾ, നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനായിട്ട് കഴിയാതെ വലിയ കൊടിയ ബുദ്ധിമുട്ടുകളായിരിക്കും നിങ്ങൾ, അല്ലേ? പല പ്രയാസങ്ങൾ നമുക്കുണ്ട്. നാളെ എന്താണെന്ന് അറിയില്ല. പക്ഷേ ദൈവം നമുക്ക് ഒരു പുതിയ വഴി തുറന്നു തരും. ആ വഴിയെന്ന് പറയുന്നത് കർത്താവിൻ്റെ ശരീരവും കർത്താവിൻ്റെ രക്തവും അതിൻ്റേതായ വാല്യൂയോടുകൂടെ നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ ദൈവം പറയുന്നു, എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. അവിടെ നിന്ന് ദൈവം ജീവിപ്പിക്കും. ഇവരെന്തിനു വേണ്ടി ആഗ്രഹിച്ചിരുന്നവരാണ്? ഇവർ മരണം കാത്തിരുന്നവരാണ്. എന്നാൽ മരണം കാത്തിരുന്ന ഈ കുടുംബത്തെ, ഇനി പ്രതീക്ഷയില്ലാതെ കാത്തിരുന്ന കുടുംബത്തെ, അമ്മയും മോനും മരിക്കാനായി ഒരുങ്ങിയിരുന്ന ആ കുടുംബത്തെ എന്ത് ചെയ്തെന്നറിയാമോ? ഏലിയാവ് പറയുകയാണ്, നീ ഇനി മുതൽ ഭയപ്പെടണ്ട. അപ്പോൾ ആ കുടുംബത്തിൽ പോയി ഏലിയാവ് പറയുന്നൊരു കാര്യം എന്ത് ചെയ്യേണ്ടതാണ്? ഭയപ്പെടേണ്ട. അപ്പോൾ ദൈവം നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, നിങ്ങൾക്ക് എന്ത് സങ്കടമുണ്ടെങ്കിലും നിങ്ങൾക്കൊരു സ്വർഗസ്ഥനായ ദൈവമുണ്ട്. ദൈവം പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിച്ച് നിങ്ങളോട് പറയുന്നു, നിങ്ങൾ എന്ത് ചെയ്യേണ്ട? ഭയപ്പെടേണ്ട. രണ്ടാമത്, നീ ചെന്ന് പറഞ്ഞതുപോലെ ചെയ്യുക. നമ്മളോട് പറയുന്ന കാര്യം ഇതാണ്, ഒന്നിനെക്കുറിച്ചും എന്ത് ചെയ്യരുത്? വിചാരപ്പെടരുത്, ആകുലപ്പെടരുത്. നിങ്ങളോട് പറഞ്ഞ കാര്യം മാത്രം ചെയ്യുക. പറയാത്ത കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാനായിട്ട് പോകരുത്. പറഞ്ഞ കാര്യം എന്താണ്? ഒരപ്പം ഉണ്ടാക്കിക്കൊണ്ടുവാ, ബാക്കിയെല്ലാം അതിനുള്ളിൽ ദൈവം പരിഹരിച്ചു തരും. ദൈവം പറയുന്നത് ഒരു ചെറിയ കാര്യമായിരിക്കും നിങ്ങളോട്, വലിയ കാര്യമൊന്നും ആയിരിക്കില്ല. ചെറിയ കാര്യമെന്ന് പറഞ്ഞാൽ അപ്പം ഉണ്ടാക്കിക്കൊണ്ട് വരിക എന്ന് പറഞ്ഞാൽ, അപ്പം എന്ന് പറഞ്ഞാൽ ആരാണ്? ജീവൻ്റെ അപ്പം, അത് ക്രിസ്തു തന്നെയാണ്. ക്രിസ്തുവിൻ്റെ അരികിലേക്ക് വരിക എന്നതാണ് അതിൻ്റെ അർത്ഥം. വചനം ജഡമായി തീർന്നതാണ് ക്രിസ്തു. അങ്ങനെയെങ്കിൽ ക്രിസ്തുവിനെ കേൾക്കാൻ വരിക എന്നതാണ് അതിൻ്റെ അർത്ഥം. ക്രിസ്തുവിനെ ഉള്ളിലേക്ക് നിങ്ങൾ ഭക്ഷിക്കുക എന്നതാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ അവളത് ഉണ്ടാക്കിക്കൊണ്ടുവന്നു. അപ്പവും അടയും എല്ലാം ഉണ്ടാക്കിക്കൊണ്ടുവരിക എന്ന് പറഞ്ഞു. യഹോവ ഭൂമിയിൽ മഴ പെയ്യിക്കുന്ന നാൾ വരെ നിന്റെ കലത്തിലെ മാവ് തീർന്നു പോകുകയില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോകുകയുമില്ല എന്ന് ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു എന്ന് അവളോട് പറഞ്ഞു. അന്നു മുതൽ അവളുടെ വീട്ടിൽ ഒരു കുറവും ഉണ്ടായില്ല. അന്ന് മുതൽ ആ വീട്ടിന് ഒരു കുറവും ഉണ്ടായില്ല എന്ന് നമ്മൾ വായിച്ചു മനസ്സിലാക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ സാരം വേഗത്തിൽ നിങ്ങളുടെ മനസ്സിലേക്കൊന്ന് കൊണ്ടുവരണം. രണ്ട് പശ്ചാത്തലങ്ങളാണ്. ഒന്ന്, ഒരു വശത്ത് പ്രമാണിത്വമുള്ള ആൾക്കാർ, അവരെ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല? നേർവഴിക്കാക്കി കൊണ്ടുവരിക എന്നുള്ളത് അല്ല നമ്മുടെ ദൗത്യം. അവരോട് കാര്യങ്ങൾ പറയുക മാത്രമാണ്. ബാക്കി അവർ ശരിയാകണമോ വേണ്ടയോ എന്നുള്ളത് ദൈവത്തിൻ്റെ ന്യായവിധി അനുസരിച്ചിരിക്കും. അവരോട് കാര്യങ്ങൾ പറയുക, സ്ട്രിക്റ്റായിട്ട് പറയുക, ദൈവമാണ് നമ്മളെ നിർത്തിയിരിക്കുന്നതെന്നുള്ള ബോധ്യത്തോടുകൂടി പറയുക. നമ്മുടെ ദൗത്യം എന്താണ്? ദരിദ്രരായ കുറച്ച് പേരുണ്ട്, സങ്കടപ്പെടുന്നവരുണ്ട്, വിധവമാരായിരിക്കുന്നവരുണ്ട്, ബലഹീനരുണ്ട്, ദുർബലരുണ്ട്, ആത്മാവിൽ ദരിദ്രരായവരുണ്ട്. അവരെ മറക്കാതെ ശുശ്രൂഷ ചെയ്യുക. ഇതാണ് സഭയുടെ മിഷൻ. ഇതേ മിഷനാണ് നമ്മൾ കണ്ടത് ഏലിയാവിലൂടെ. ഏലിയാവ് രാജാവിനോട് പോയി മുഖം നോക്കാതെ സംസാരിച്ചു. രാജാവ് മാനസാന്തരപ്പെട്ടോ? ഇല്ല. രാജാവിനെന്ത് സംഭവിച്ചു? ആഹാബ്, ജെസബേൽ ഇവർക്കൊക്കെ സംഭവിച്ച് നമുക്കറിയാം. അവർക്ക് വരുന്നത് ന്യായവിധിയാണ്. എന്നാൽ അവിടെ സങ്കടത്തോടും ഭാരത്തോടും ഇരുന്ന ഒരു വിധവയായ ദരിദ്രനായ കുടുംബത്തിൽ ദൈവം വലിയൊരു അത്ഭുതം നടത്തിക്കൊടുത്തു. ആ കുടുംബത്തിൽ മഴ പെയ്യുന്നത് വരെ ഒരു കുറവുമില്ലാതെ ദൈവം അനുഗ്രഹിച്ചു. അപ്പോൾ ദൈവം നമ്മളിലൂടെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ഒരു സഭയുടെ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ദരിദ്രരോട് ചേർന്ന് നിൽക്കുന്ന ഒരു ശുശ്രൂഷയാണ്. രണ്ട് തരത്തിലുള്ള ദാരിദ്ര്യമുണ്ട്. ഒന്ന്, ഭൗതിക ദാരിദ്ര്യം അനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് നമ്മൾ ചെയ്യേണ്ട ശുശ്രൂഷ നമ്മൾ ചെയ്യണം. അതേപോലെ സഭയിൽ വന്ന് അപ്പോസ്തലനായ പൗലോസ് ആരോട് പറയുന്ന കാര്യമാണ്? എല്ലാ സഭയോടും പറയുന്ന കാര്യമാണ്. ഒരു സഭ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടണമെന്നുണ്ട് എങ്കിൽ സഭ ആരെ കരുതണം? ദരിദ്രരെ കരുതണം. ദരിദ്രരെ കരുതിയാൽ ആ സഭയ്ക്കുള്ളിൽ ഭിന്നതയുണ്ടാകില്ല, ആ
ആ സഭയ്ക്കുള്ളിൽ അനൈക്യം ഉണ്ടാകത്തില്ല. ആ സഭയ്ക്കുള്ളിൽ സഫിഷ്യൻസി, നിറവ് എപ്പോഴും ഉണ്ടാകും. ഇതെവിടെ മറന്നു പോകുന്നോ അന്ന് ആ സഭയിൽ പ്രയാസങ്ങൾ ഉണ്ടാകും. നമ്മൾ സഭയുടെ ദൗത്യം പറയുന്നത് എന്താണ്? പൗലോസ് പറയുന്നത്, നിങ്ങൾക്ക് മേളിലുള്ള പ്രമാണിമാരെ നിങ്ങൾ നോക്കണ്ട, അവരെ അവിടെ വിട്ടേക്കുക, അത് ദൈവം നോക്കിക്കൊള്ളും. അവരെ നോക്കി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ ഇടയിൽ കുറച്ച് പാവപ്പെട്ടവരുണ്ട്, കഷ്ടപ്പെടുന്നവരുണ്ട്, അവരാണ് എനിക്ക് പ്രിയപ്പെട്ടവർ. അവരെ നിങ്ങൾ കാണണം, അവർക്ക് വേണ്ടി നിൽക്കണം, അവർക്ക് വേണ്ടി ചെയ്യണം. ദാറ്റ് ഈസ് ദ മിഷൻ ഓഫ് ഗോഡ്. അതാണ് ദൈവത്തിൻ്റെ ഈ മിഷൻ. ഏത് സഭ ചെയ്യുമോ ആ സഭ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. നമ്മൾ അതിനൊരു എക്സാമ്പിളാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മുടെ സഭ അതിനൊരു എക്സാമ്പിളാണ്. നമുക്കൊരു കുറവും കൂടാതെ ദൈവം നടത്തുന്നുണ്ട്. അത് നിങ്ങൾ എന്ന് ഓർക്കണം, എന്ന് നമ്മളൊരു ഓർക്കണം. നമ്മുടെ പുവർ ഫണ്ടിൽ ഇവിടെ ഒരു ബോക്സ് വെച്ചിട്ടുണ്ട്. എല്ലാ മാസവും ഒടുവിലാകുമ്പോൾ അത് നിറഞ്ഞ് കവിയും. നിങ്ങൾ കണ്ടിട്ടില്ലേ? നമ്മളത് നിറഞ്ഞ് കവിഞ്ഞിട്ടാണ് എല്ലാ മാസവും നമ്മൾ അതിൽ നിന്ന് എടുക്കുന്നത്. നിങ്ങളുടെ ഓരോ അർപ്പണങ്ങളും അതിനകത്തേക്ക് വരുമ്പോൾ അതിൻ്റെ 10 മടങ്ങ് ബ്ലെസ്സിങ് ആണ് നിങ്ങളിലേക്ക് ദൈവം തിരിച്ച് തരുന്നത്. അതിനൊരു വാക്യം നിങ്ങൾ ഓർത്തുകൊള്ളണം: എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ. അനർത്ഥ ദിവസത്തിൽ ദൈവം അവനെ വിടുവിക്കും. നിങ്ങൾക്കും എനിക്കുമൊക്കെ ഒരു അനർത്ഥ ദിവസം വരും. പക്ഷേ അന്ന് ദൈവം നിങ്ങളെ വിടുവിക്കാനായിട്ട് വച്ചിട്ടുള്ളത് ഈ ഒരു അനുഗ്രഹമാണ്. മറ്റൊരു കാര്യം, ഞാൻ പോയാലും നിങ്ങൾ ഓർമ്മിക്കാൻ വേണ്ടി പറയുകയാണ്. ഞാൻ പോയാലും നിങ്ങളത് ചെയ്യണം, അതിനുവേണ്ടി പറയുകയാണ്. നോമ്പിൻ്റെ സമയത്തുള്ള ആരാധനകൾ നിങ്ങൾക്ക് ക്രമീകരിക്കാനുള്ള സാഹചര്യങ്ങൾ ഭാവിയിലും നിങ്ങൾ ക്രമീകരിക്കണം. അതിനൊടുവിൽ നിങ്ങളൊരു കളക്ഷൻ എടുക്കണം. അത് പുവർ ഫണ്ടിന് വേണ്ടി നിങ്ങൾ വേർതിരിക്കണം. പള്ളിയിൽ നിന്ന് എനിക്കും അനിലിനും ഒക്കെ ആ ലെൻറ്റിൻ്റെ സമയത്ത് ഞങ്ങൾക്കൊരു അലവൻസ് എക്സ്ട്രാ ആയിട്ട് തരും. അത് നിങ്ങൾ കൊടുക്കണം. ഞങ്ങൾ ചെയ്യുന്നത് അത് അതുപോലെ ഇതിലോട്ട് തരും. പുവർ ഫണ്ടിലേക്ക്, പുവർ ഫണ്ടിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അതുപോലെ വയ്ക്കുകയാണ്. അപ്പോൾ അതെല്ലാം സഭയുടെ ഒരു അനുഗ്രഹവും ശുശ്രൂഷയുടെ ഒരു കൈത്താങ്ങുമാണ്. ഞാനത് എന്തുകൊണ്ട് പറഞ്ഞു എന്ന് വെച്ചാൽ, നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ സാധുക്കളോടും ദരിദ്രരോടും എങ്ങനെ ഇടപെടുന്നു എന്നതിന് അനുസരിച്ചാണ് ഒരു ഇടവകയെ ദൈവം അനുഗ്രഹിക്കുന്നത് എന്ന് പറയാൻ വേണ്ടിയാണ്. മറ്റൊരു കാര്യം എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത്, നമ്മുടെ പള്ളിയിൽ ഒരു 4 വർഷം മുമ്പ് ഞാൻ വരുന്ന സമയത്ത് നമ്മളെ വിട്ട് നമ്മുടെ ശുശ്രൂഷയിൽ നമുക്ക് കൈത്താങ്ങി ആയിരുന്ന ഷൈൻ ബി രാജൻ്റെ കുടുംബത്തിൻ്റെ വേർപാടൊക്കെ നിറഞ്ഞു നിൽക്കുന്ന സമയത്താണ് നമ്മൾ ഈ പള്ളിയിൽ ഞാൻ വരുന്നത്. അന്ന് നമുക്ക് വളരെ വേദന ഉളവാക്കിയ ഒരു സംഭവമാണ് ആ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ഒരു കരുതൽ. അന്നും എനിക്ക് വളരെ സന്തോഷത്തോടെ ഓർക്കുന്നത്, ഈ സഭ മുഴുവൻ എന്തിനു വേണ്ടി നിന്നു? ആ കുടുംബത്തിലെ മക്കളുടെ കൈത്താങ്ങലിന് വേണ്ടി സാമ്പത്തികമായിട്ടും അല്ലാതെയും എല്ലാം കൈതാങ്ങാനായിട്ട് ഈ സഭ നിന്നു. എനിക്കറിയാം, ഈ സഭയിലെ പല കുടുംബങ്ങളും വ്യക്തിപരമായി അച്ഛനെയും എൻ്റെ ആ കുടുംബത്തെ ആ നാളുകളിൽ കൈതാങ്ങിയത് വളരെ സന്തോഷത്തോടു കൂടി ഞാനത് ഓർക്കുന്നുണ്ട്. ഞാനിത് പറയാനുള്ള ഒരു കാര്യം, അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ദൈവം നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെ എന്തു ചെയ്യും? അനുഗ്രഹിക്കുക. അതാണ് ഒരു സഭയുടെ ശുശ്രൂഷ. ഇതാണ് ഒരു സഭയുടെ ട്രാക്ക് എന്ന് പറയുന്നത്. ഒരു സഭയുടെ വളർച്ചയെന്ന് പറഞ്ഞാൽ ഇതാണ്. അനർത്ഥ ദിവസത്തിൽ ദൈവം നമ്മളെ കരുതിയിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കാത്ത ദൈവം നമ്മുടെ ആലയത്തെ വർദ്ധിപ്പിച്ച് നൽകിയിട്ടുണ്ട്. നമ്മൾ ചെയ്തത് എന്താണ്? സഭയിൽ ദൈവം ചെയ്യാൻ പറഞ്ഞ ഒരേ ഒരു കാര്യം എന്ത് ചെയ്തു? ദരിദ്രരെ കരുതി, സങ്കടപ്പെടുന്നവരെ കരുതി, അവരോട് കൂടെ നിന്നു. അങ്ങനെ വന്നപ്പോൾ നമ്മുടെ ആലയത്തെ ആര് കരുതി? ദൈവം കരുതി. ഇതാണ് സഭയുടെ ഒരു വളർച്ച എന്ന് പറയുന്നത്. ഈ ഒരു വളർച്ച നമ്മുടെ എല്ലാ കുടുംബങ്ങൾക്കും ഇനിയും ലഭ്യമാകണം. ദൈവത്തോട് നമ്മൾ അതിനു വേണ്ടി ആഗ്രഹിക്കണം, പ്രാർത്ഥിക്കണം. ദൈവം നമ്മെ സഹായിക്കട്ടെ.